വിനീത്, ഡിഗ്രിക്ക് പഠിക്കുകയാണ്. എൻ്റെ വീട്ടിൽ മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. പപ്പ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. മമ്മി ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അനിയൻ +2 പഠിക്കുന്നു. പപ്പയുടെ വീട്ടിൽ നിന്നാണ് അവൻ പഠിക്കുന്നത്. അവന് അവിടെയാണ് സീറ്റ് കിട്ടിയത്. ഞാൻ രാവിലെ ഒരുങ്ങി കോളേജിലേക്ക് പോവാനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് മമ്മി എന്നോട് പറയുന്നത്, മോനെ, അടുത്ത ആഴ്ച ഞങ്ങൾക്കൊരു പ്രോഗ്രാമുണ്ട്. എന്ത് പ്രോഗ്രാമോ മമ്മി? ഞാൻ ചോദിച്ചു. എടാ, അത് ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു റീയൂണിയൻ. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, കൊള്ളാലോ മമ്മി. മമ്മി എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, ഒത്തിരി ആളുകളൊന്നുമില്ല. ഫേസ്ബുക്ക് വഴി അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചുപേര് ഒത്തുകൂടാൻ തീരുമാനിച്ചു. ആ, അത് നല്ലതാ മമ്മി. അല്ല, എവിടെ വെച്ച പരിപാടി? ഞാൻ ചോദിച്ചു. എടാ, അതിന്നേ അറിയൂ. എല്ലാം തീരുമാനിക്കുന്നത് റോസ്ലിയാണ്. അവളെല്ലാവരെയും വിളിക്കുന്നതും ഡേറ്റൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. എടാ, പിന്നെ എല്ലാവരും പല സ്ഥലങ്ങളിലൊക്കെ അല്ലേ ജോലി ചെയ്യുന്നത്. ഒഴിവുള്ളവർ വരും, അത്രയേ ഉള്ളൂ. അല്ല, മമ്മി പോകുന്നില്ലേ? ഞാൻ തമാശ പോലെ ചോദിച്ചു. ആ, ഞാൻ പോകുന്നുണ്ട്, മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല മമ്മി, മമ്മിയുടെ പഴയ ലൈനൊക്കെ അവിടെ വരില്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനും മമ്മിയും കൂട്ടുകാരെ പോലെയാണ്. ഞങ്ങൾ തമാശയും പിള്ളകളെയൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. എടാ, എൻ്റെ പഴയ ലൈൻ അവനിപ്പോൾ നാട്ടിലില്ല, അവൻ യൂറോപ്പിലാണ്, മമ്മി പറഞ്ഞു. ഞാൻ മമ്മിയെ നോക്കിയിട്ട്, ആണോ? അപ്പോൾ പുതിയ ലൈൻ വരുമോ? ഒന്ന് പോടാ, എനിക്ക് പുതിയ ലൈനൊന്നും ഇല്ല, മമ്മി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അത് വെറുതെ. മമ്മിയെപ്പോലെ സുന്ദരിയായ സ്ത്രീയുടെ പുറകെ കൂടാൻ ആയിരക്കണക്കിന് ആണുങ്ങളുണ്ടാവുമല്ലോ. ഞാൻ മമ്മിയെ കളിയാക്കിയ പോലെ പറഞ്ഞു. മമ്മി എന്നെ നോക്കി ചിരിച്ചിട്ട്, എന്നേക്കാൾ സുന്ദരൻ നീയല്ലേ? നിൻ്റെ കൂടെ വരാനും പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. എൻ്റെ മമ്മി, ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ പോകൂ. ഞാനിപ്പോൾ ആരുടെയും പുറകെ പോകാറില്ല. അതെന്താടാ? അപ്പോൾ നിൻ്റെ പഴയ അക്ഷരയോ? അവളെ നീ വിട്ടോ? മമ്മി എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മമ്മി, അവൾക്ക് ഡിഗ്രിക്ക് വന്നപ്പോൾ മുതൽ എന്നെ പോരാന്നൊരു തോന്നൽ. അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവളെയും വേണ്ട, അല്ലേ മമ്മി? അത് കേട്ട് മമ്മി ചിരിച്ചു. ഒപ്പം ഞാനും. മമ്മിയുടെ റീയൂണിയന് എന്നെ കൊണ്ടുപോകുമോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? നീ ഇല്ലാതെ മമ്മിക്ക് എന്താഘോഷം? മമ്മി പറഞ്ഞു. ഇതാണ് എൻ്റെ മമ്മി, ജാനകി. മമ്മിയുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണെന്നാണ് മമ്മി പറയാറുള്ളത്. എനിക്കും മമ്മിയാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. അങ്ങനെ ഞാൻ കോളേജിലേക്ക് എൻ്റെ ബൈക്കിൽ പോയി. മമ്മി എൻ്റെ പുറകെ 2 വീലറിൽ ജോലി ചെയ്യുന്ന ഓഫീസിലേക്കും പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും മമ്മിയും കൂടി എൻ്റെ ബൈക്കിൽ എല്ലാവരും ഒത്തുചേരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയം ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മിക്കിപ്പോൾ അവരെ കണ്ടാലൊക്കെ തിരിച്ചറിയുമോ? എടാ, അത് ഞങ്ങൾ മിക്കവരും തമ്മിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കാറുണ്ട്. ഓ, അല്ല, മമ്മിയുടെ ഫ്രണ്ട്സ് മാത്രമേ വരുള്ളൂ, അതോ അവരുടെ മക്കളും അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കാണുമോ? ആ, ചിലരുടെ കൂടെ ഭാര്യമാർ കാണും, ചിലരുടെ കൂടെ ഭർത്താക്കന്മാരും കാണും, പിന്നെ ചില തലതെറിച്ച മക്കളും കാണും ചിലരുടെ കൂടെ. മമ്മി ചിരിച്ചുകൊണ്ട് എന്നോട് കൂടുതൽ ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ആ, അത് ശരിയാ മമ്മി. ചില അമ്മമാരുടെ കൂടെ മക്കളും ഉണ്ടാവും, എന്നാലേ അമ്മമാർ അടങ്ങിയിരിക്കൂ. ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ മോനെ, വേണ്ട കേട്ടോ. കൂടെ ഞാനും ചിരിച്ചു. എടാ, പിന്നെ അവിടെ എൻ്റെ കൂട്ടുകാരികൾ കാണും, അവരെ നീ അനാവശ്യം നോട്ടമൊന്നും നോക്കരുത്. ആ, അതാ എനിക്ക് മമ്മിയോടും പറയാനുള്ളത്. മമ്മിയുടെ കൂട്ടുകാരുടെയൊക്കെ ആമക്കൾ കാണും, അവരെ മമ്മി നോക്കി എനിക്ക് നാണക്കേടുണ്ടാക്കരുത്. അതും പറഞ്ഞ് ഞാനും മമ്മിയും ചിരിച്ചു. അങ്ങനെ തമാശ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഞാനും മമ്മിയും പുറത്തേക്ക് പോകുമ്പോൾ പലരും മമ്മിയെ നോക്കി നിൽക്കും. ഷോപ്പിലും ഹോട്ടലിലൊക്കെ കയറുമ്പോഴും അങ്ങനെ തന്നെ. എൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വരുന്നത് തന്നെ എൻ്റെ മമ്മിയെ കാണാനാണ്. അവന്മാർ പറയുന്നതൊക്കെ കേൾക്കാം. വിനീതിൻ്റെ മമ്മി ഒരു സുന്ദരിയാണെന്ന്. മമ്മി എന്ന് വിളിച്ചുകൊണ്ട് അവന്മാർ മമ്മിയുടെ പുറകെ തന്നെ നടക്കും.
മമ്മിക്കത് അറിയാം. ഇവന്മാരൊക്കെ മമ്മി കാണാൻ വരുന്നതാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുമുണ്ട്. മമ്മിയെ കാണാനാണ് ഇവർ വരുന്നതെന്നും അത് കേൾക്കുമ്പോൾ മമ്മി പറയും, അവർ കണ്ടിട്ട് പോട്ടെ മോനെ, അവിടെ അമ്മമാരെക്കാൾ സുന്ദരി ഞാനാണെന്ന് മോൻ അഹങ്കരിക്കാലോ. മമ്മി ചിരിച്ചുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. എനിക്കും മമ്മിയെ ഇഷ്ടമാണ്. പലരും പറയുന്നത് കേട്ട് എനിക്ക് മമ്മിയോട് ഒരു ആരാധന പോലെയാണ്. മമ്മി ആരെങ്കിലും നോക്കുന്നതൊക്കെ കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. മമ്മി മുടി എപ്പോഴും പുറകിൽ ക്ലിപ്പിട്ട് പൊക്കി കെട്ടി നിർത്തും. വീട്ടിൽ കൂടുതൽ മാക്സിയാണ് ഇടുന്നത്, അതും മോഡേൺ ടൈപ്പ്. അതൊക്കെ കാണുമ്പോൾ ഞാൻ പല സ്ഥലത്തേക്ക് നോക്കും. അത് കാണുന്ന മമ്മി എന്നോട്, ഡാ കള്ള, വേണ്ടാത്ത സ്ഥലത്തൊക്കെ നോക്കണ്ട കേട്ടോ. അത് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു പെണ്ണിനെ ഇവിടെ ഇട്ടിട്ട് ബാംഗ്ലൂരിൽ പോയി കിടക്കുന്ന പപ്പയെ പൊട്ടണമെന്നല്ലാതെ എന്താ വിളിക്കുക അല്ലേ? എനിക്ക് പപ്പയോട് അസൂയ തോന്നും. പപ്പ മമ്മിയെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. മമ്മിക്ക് ഞാൻ അറിയാതെ ആരെങ്കിലുമായി ചുറ്റിക്കളിയും കാണും. എനിക്ക് ചില സൂചനയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിതുവരെ അതൊന്നും ചോദിച്ചിട്ടില്ല. അല്ലേലും മമ്മിയെപ്പോലെ സുന്ദരി പെണ്ണിന് കാമുകന്മാർ കാണാതിരിക്കില്ലല്ലോ. പക്ഷെ എന്തോ എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ്. എനിക്കൊരു കുഴപ്പവുമില്ല. മമ്മിയും ഒരു പെണ്ണല്ലേ, മമ്മിക്കുമില്ലേ ആഗ്രഹങ്ങൾ. മമ്മിയുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അങ്ങനെ മമ്മി പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി. ഒരു വലിയ ഓഡിറ്റോറിയമായിരുന്നു. പുറത്ത് അവിടെ ഇവിടെയായി കുറച്ച് പേർ നിൽക്കുന്നുണ്ട്. അവർ മമ്മിയെ കണ്ട് ചിരിച്ചു. ഞാനും മമ്മിയും അങ്ങോട്ട് ചെന്നു. അവരുമായി മമ്മി സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ പലരും വന്നു. ചിലർ കാറിൽ, ചിലർ ഒറ്റയ്ക്ക്, ചിലർ മക്കളുമായി. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് മാറി നിന്നു. മമ്മി എല്ലാവരുമായി സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അല്പം മാറി ഒരു തൂണിൽ ചാരി നിൽക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നെ നോക്കി ചിരിച്ച്, ഒപ്പം ഞാനും ചിരിച്ചു. ഹായ്, അവൻ പറഞ്ഞു. ഞാനും അവനോട് ഹായ് പറഞ്ഞു. എൻ്റെ പേര് അജിത്ത്, ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ വന്നതാണ്, അവൻ പറഞ്ഞു. ഞാനും എൻ്റെ മമ്മിയുടെ കൂടെ വന്നതാണ്, അതും പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു. അവനും എൻ്റെ അതേ പ്രായമാണ്, പക്ഷെ അവൻ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ കുറേ സംസാരിച്ചു. അപ്പോഴേക്കും എല്ലാവരും ഹോളിലേക്ക് കയറിയിരുന്നു. ഞാനും അവനും ഏറ്റവും ബാക്കിൽ പോയിരുന്നു. എന്നെ അവൻ അവൻ്റെ മമ്മിയെ കാണിച്ചു തന്നു. കൂടെ ഒരാളും ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആ മനുഷ്യൻ ആരാ എന്ന്. അതോ, അത് മമ്മിയുടെ കാമുകനാണ്, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ നോക്കി. അപ്പോൾ നിൻ്റെ അച്ഛൻ? എൻ്റെ ഡാഡി ഗൾഫിലാണ്. ആ അങ്കിൾ എൻ്റെയും നിൻ്റെയും മമ്മിയുടെ കൂടെ പഠിച്ച ആളാണ്, അവൻ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അതെ, എൻ്റെ മമ്മിയും അങ്കിളും ഒന്നിച്ച് യാത്ര ചെയ്യുകയും വീട്ടിൽ അങ്കിൾ വരികയൊക്കെ ചെയ്യാറുണ്ട്. ആണോ? ഞാൻ ചോദിച്ചു. അതേടാ, ഇതൊക്കെ സർവ്വസാധാരണയല്ലേ, അവർ ആഘോഷിക്കട്ടെ. എൻ്റെ അപ്പന് മമ്മിയെ വേണ്ടല്ലോ, മമ്മിക്ക് അങ്കിളുണ്ട്, അത് മതിയല്ലോ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും അവനെ നോക്കി പുഞ്ചിരിച്ചു. എടാ, ഇവരിവിടെ ഒത്തുകൂടിയ തന്നെ എന്തിനാണെന്ന് നിനക്കറിയോ? അവൻ എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ അവനെ നോക്കി. എടാ, ഇവർക്ക് പഴയ ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ആണോ? അപ്പോൾ നിൻ്റെ മമ്മിയും അങ്കിളും കൂടുന്നത് നീ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ആ പുള്ളിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, പക്ഷെ മമ്മി പുള്ളിക്കൊരു വീക്ക്നെസ്സാണ്, അവൻ പറഞ്ഞു. അവൻ്റെ മമ്മിയുടെ അടുത്താണ് എൻ്റെ മമ്മി ഇരിക്കുന്നത്. അത് കണ്ടിട്ട് അവൻ പറഞ്ഞു. ദേടാ, ആ ചേച്ചിയെ കുറച്ചു മുമ്പ് ഒരു ചേട്ടൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നതും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവനെ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, എടാ, ആ ഗ്രീൻ ഷർട്ടിട്ട ചേട്ടനില്ലേ, ആളെ നീ കണ്ടോ? ആ, കണ്ടു. ആ ചേട്ടനാ ആ ചേച്ചിയുടെ ആള്. ഞാൻ അയാളെ നോക്കി. കൊള്ളാം, നല്ല ജിമ്മനാണ്. അയാൾ മുമ്പ് കാറിൽ വന്നിറങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. മമ്മിയുടെ അടുത്ത് അയാൾ നിൽക്കുന്നതും ഞാൻ കണ്ടിരുന്നു. ഞാൻ അജിത്തിനെ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, എടാ വിനീതേ, നീ നോക്കിക്കോ, ആ ചേച്ചിയെ അയാൾ മിക്കവാറും കൊണ്ടുപോകും. എൻ്റെ മമ്മിയെക്കുറിച്ചാണ് ഇവൻ പറയുന്നത്. ഞാൻ അവൻ പറയുന്നത് ശ്രദ്ധിച്ചു. എന്ത് സുന്ദരിയാളെ ആ ചേച്ചി, എല്ലാം അടിപൊളി അല്ലേടാ, അവൻ എൻ്റെ ചെവിയിൽ പതിയെ പറഞ്ഞു.
അല്ലടാ, നീ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിനക്കൊന്നും തോന്നില്ലേ? ഞാൻ അവനോട് ചോദിച്ചു. പിന്നെ തോന്നാതെ, അതൊക്കെ അപ്പോൾ തന്നെ ഞാനങ്ങ് കൊടുക്കുകയും ചെയ്യും. കൊള്ളാലോ. ആടാ, അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അത് അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാകൂ. അവനത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുപോയി. ഞാൻ എൻ്റെ മമ്മിയെ നോക്കി. മമ്മി എന്തൊക്കെയോ പറഞ്ഞ് അവരുമായി ചിരിക്കുന്നുണ്ട്. അവൻ്റെ മമ്മിയുടെ കാമുകനും അവരുടെ അടുത്തിരിക്കുന്നുണ്ട്. അയാളും എന്തൊക്കെയോ പറയുന്നുണ്ട്. മമ്മിയും അവൻ്റെ അമ്മയും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഹാളിനുള്ളിൽ ആളുകളിരുന്ന് സംസാരിക്കുന്നുണ്ട്. ചിലയിടത്ത് ആണുങ്ങൾ വെള്ളമടിക്കുന്ന കാര്യം പറയുന്നു. ചിലയിടത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും കുശലം പറഞ്ഞ് സംസാരിക്കുന്നു. കുട്ടികൾ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. ചിലർ ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട്. എൻ്റെ മമ്മിയുടെ അടുത്ത് മുൻപ് ഇവൻ പറഞ്ഞ ചേട്ടൻ ഒരു കസേര വലിച്ചിട്ടിരുന്നു. അപ്പോൾ അജിത്ത് പറഞ്ഞു, കണ്ടോടാ, ആ ആള് ആ ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അയാളാ ആ ചേച്ചിയുടെ കാമുകൻ. പുള്ളി എന്ത് ഭാഗ്യവാനാണല്ലേ, ഒരു സുന്ദരിയല്ലേ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞു. എൻ്റെ മമ്മിയെക്കുറിച്ചാണ് അവനിതൊക്കെ പറയുന്നത്. ഇവനാൾ കൊള്ളാലോ, ഇവനൊരു കോഴിയാണെന്ന് എനിക്കപ്പോൾ തന്നെ മനസ്സിലായി. അല്ല ബ്രോ, നിൻ്റെ മമ്മി ഏതാ? അവൻ എന്നോട് ചോദിച്ചു. ഞാൻ അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, ആ അങ്കിളുടെ അടുത്തിരിക്കുന്ന ആ പെണ്ണില്ലേ, അതാണ് എൻ്റെ മമ്മി. അവൻ ചമ്മിയൊരു ചിരി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ സോറി ബ്രോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പറഞ്ഞതാ. ഏയ് സാരല്ലടാ, നീ എൻ്റെ മമ്മിയെ എന്തോരം പുകഴ്ത്തി. അപ്പോൾ അവൻ പുഞ്ചിരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഇവരെല്ലാം കൂടി കസേര കളി കളിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ അത് നോക്കി നിന്നു. ആകെ മൊത്തം ഒരു 25 പേര് കാണും. അതിൽ 8 പേര് കസേര കളിക്ക് കൂടി. എൻ്റെ മമ്മിയും അവൻ്റെ മമ്മിയും അവൻ്റെ മമ്മിയുടെ കാമുകനും പിന്നെ എൻ്റെ മമ്മിയുടെ കൂടെ ഇരുന്ന ചേട്ടനും പിന്നെ വേറെ 4 പേരും. അങ്ങനെ കസേര കളി തുടങ്ങി. 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ മമ്മി ഔട്ടായിപ്പോയി. അതിൽ വിജയിച്ചത് ഒരു പയ്യനാണ്. അത് കഴിഞ്ഞ് കുട്ടികൾക്കായുള്ള ചെറിയ 2 ഗെയിമും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു, അടുത്തത് ബലൂൺ പൊട്ടിക്കൽ മത്സരമാണെന്ന്. ഞാനും അജിത്തും അത് നോക്കി നിന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഒരാൾക്ക് 5 ബലൂൺ തരും. അത് വീർപ്പിച്ച് മറ്റൊരാളുടെ ദേഹത്ത് വെച്ച് പൊട്ടിക്കണം. പലരും മാറി നിന്നു. പക്ഷെ മമ്മിയും അജിത്തിൻ്റെ മമ്മിയും ആ ചേച്ചിയുടെ കാമുകനും വന്ന് നിന്നു. ഒപ്പം മമ്മിയുടെ കൂടെയുള്ള ആ ജിമ്മനും. ആ ചേച്ചി വീണ്ടും പറഞ്ഞു, ഈ മത്സരത്തിൽ വേറെ ആരുമില്ലേ പങ്കെടുക്കാൻ? അപ്പോൾ ഒരു ചേച്ചിയും ചേട്ടനും ഇറങ്ങിച്ചെന്നു. അത് കണ്ടപ്പോൾ അജിത്ത് എന്നോട് പറഞ്ഞു, കണ്ടോടാ, അതും കപ്പിൾസാ. ആ ആയിരിക്കോടാ, ഞാനും പറഞ്ഞു. മമ്മിയുടെ ഒപ്പം ആ ജിമ്മൻ ചേട്ടൻ നിന്നു. എടാ, നീ നോക്കിക്കോ, നിൻ്റെ മമ്മിയെ ആ ജിമ്മൻ ശരിയാക്കും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം ഞാനും ചിരിച്ചു. കളി നിയന്ത്രിക്കുന്ന ആ ചേച്ചി മമ്മിയോടും അവരോടും എന്തൊക്കെയോ പറയുന്നുണ്ട്. കളി തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ കഥ നിങ്ങൾ ഇത്രയും കേട്ടില്ലേ? ഇതിൻ്റെ ഫുൾ വേർഷൻ, അതായത് ഈ കഥ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അത് എവിടെ നിന്ന് അവസാനിക്കുന്നത് വരെയുള്ള ഫുൾ വേർഷൻ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. ഇത് കിടക്കുന്നത് പ്രീമിയം ചാനലിലാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ വേഗം തന്നെ പോരട്ടോ. അപ്പോൾ ഈ കഥേൻ്റെ മാത്രമല്ല, ഒരുപാട് കഥേൻ്റെ ഫുൾ വേർഷനും കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഥകളൊക്കെ ഫുള്ളായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പോരട്ടോ. അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.